നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. അനുവിന്റെ ഫോണാണല്ലോ. രഘുവേട്ടൻ, ഈ നേരത്തെ എന്തിനാ രഘുവേട്ടൻ അനുവിനെ വിളിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. അനു, എല്ലാരും കിടന്നോ? പിന്നെ അമ്പിളി ഉറങ്ങിയില്ലെങ്കിൽ നീ പതുക്കെ മുറിന്ന് വെളിയിലോട്ട് വാ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അനു, നീ എന്തൊന്നും മിണ്ടാത്തെ? സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ? ആരാ ചേച്ചി? ആരാ ചേച്ചി? രഘുവേട്ടനാ. നിന്നോടെന്തോ രഹസ്യം പറയാനുണ്ടത്രേ. സംസാരിച്ചോ? ഞാനും എന്റെ മോളും മാറി തന്നേക്കാം. ഹലോ അമ്പിളി. അനു, ഞാനും മോളും ഒഴിഞ്ഞു തന്നേക്കാം. ആവശ്യമില്ലാത്തടുത്ത് എന്തിനാ ഞങ്ങള്? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? മതിയായി. കുറെ നാളായി ഞാനിത് കേട്ടോണ്ടിരിക്കുക. ചേച്ചി എന്ത് കേട്ടോണ്ടിരിക്കാന്നാ? നീ മാറനു. ചേച്ചി എന്താ? ഞങ്ങൾ പോയേക്കാം. ചേച്ചി പോവല്ലേ? പുറത്തിറങ്ങി പ്രകടനം നടത്തി അച്ഛനെ ഇതിൽ കൂടുതൽ സങ്കടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ആരെയും ഒന്നും അറിയിക്കുന്നില്ല. അറിയിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനും എന്റെ മോളും മിണ്ടാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കോളാം. അമ്പിളി, എന്തിന്? എങ്ങോട്ട്? രഘുവേട്ടൻ എന്റെ ഫോണിലേക്ക് വിളിച്ചാനാണോ ചേച്ചി ഇറങ്ങി പോകുന്നത്? അതേടി, രഘുവേട്ടൻ ഇവിടെ ഉള്ളപ്പോ ഒളിച്ചും പാത്തുള്ള രഹസ്യം പറച്ചില്, പോയതിനു ശേഷം രാത്രി പകലൊന്നും ഇല്ലാതെ ഫോണിൽ വിളിച്ച് കഥ പറയല്. ഞാനങ്ങ് ഒഴിഞ്ഞു തന്ന നിങ്ങൾക്ക് പിന്നെ എന്തു ആവാലോ. ചീരുവിനെ നിങ്ങൾ രണ്ടാളും കൂടി ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ഇതിനാണോന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. ദേ, നിങ്ങൾ എന്റെ ചേച്ചിയായി പോയി. ഇല്ലെങ്കിൽ മുഖം അടിച്ച് ഞാനൊന്ന് തന്നേനെ. അടിക്കടി അടിക്കേ. അവൾക്കൊന്നും പൊട്ടിക്കാനോ? അവൾക്കത് ആവശ്യമോ? നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചേ? നിങ്ങൾ പ്രേമസലാപം നടത്താണെന്നോ? ഇത്ര ചീപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ ചിന്തിക്കാൻ പറ്റുന്നേ? നിങ്ങളെയാണോ ഇത്രയും നാളെ ഞാൻ ചേച്ചി എന്ന് വിളിച്ചേ? മതി അനു, എല്ലാം ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞപ്പോ നീ എന്നെ കുറ്റപ്പെടുത്താൻ നോക്കണ്ട. എനിക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് എന്തറിയാവുന്ന? ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ല. അതേടി, എന്നെ വണ്ടിയാക്കായിരുന്നല്ലോ നിങ്ങളെല്ലാരും ഇതുവരെ. അല്ലെങ്കിൽ പിന്നെ രഘുവേട്ടൻ ഈ നേരത്തെ എന്തിനാ നിന്നോട് ഞാൻ അറിയാതെ രഹസ്യം സംസാരിക്കുന്നേ? ഇപ്പൊ രഘുവേട്ടൻ ഈ നേരത്തെ നിന്നെ വിളിച്ചെന്തിനാ പറയടി? അമ്പിളി ഉറങ്ങിയെങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങി സംസാരിക്കാൻ പറഞ്ഞത് എന്തിനാ? പറ. നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ കളങ്കം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കേൾക്കേ സംസാരിച്ചാൽ എന്താ? എന്റെ ഭർത്താവ് എന്നെ ഒളിച്ച് മറ്റാരോടും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരു ഭാര്യ അത് ഇഷ്ടപ്പെടില്ല. രഘുവേട്ടൻ നിങ്ങളുടെ ഭർത്താവ് മാത്രമല്ല, നമ്മുടെ അച്ഛന്റെ സഹോദരിയുടെ മകനും കൂടിയാ.
എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സ്വന്തം ജ്യേഷ്ഠൻ. ഞങ്ങൾ രഹസ്യം പറഞ്ഞു എന്നത് ശരിയാ. അതെന്താണെന്ന് പറഞ്ഞാലേ നിങ്ങളുടെ പ്രശ്നം തീരുമെങ്കിൽ ഞാൻ പറയാം. അനു അനു ഹലോ. ശ്ശേ. അമ്പിളി അറിഞ്ഞ അമ്മാവനും എല്ലാം അറിയാലോ ഈശ്വര. ഹലോ അനു. ചേച്ചി മാത്രമല്ല, നമ്മുടെ അച്ഛന് ചില കാര്യങ്ങൾ അറിയരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അറിഞ്ഞ നിങ്ങൾക്ക് സഹിക്കില്ല. നമ്മുടെ മഞ്ചാടി മോള് ഒരു കെണിയിൽ അകപ്പെട്ടിരിക്കാണോ എന്ന് സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു. രഘുവേട്ടന അതെന്നെയും ചീരുവിനെ അറിയിച്ചത്. നിങ്ങൾക്കൊരു കുഞ്ഞ് അനിയത്തിയുണ്ട്, മഞ്ചാടി. അവൾക്ക് വേണ്ടി ചീരൂര് ത്യാഗം ചെയ്യേണ്ടി വരും. കോളത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് മഞ്ചാടിയുടെ കൂടെ ഉണ്ടായിരുന്ന ജീവൻ രാജിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ആ മുറിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിരുന്നു. ആ ഫോൺ അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫിന്റെ കയ്യിൽ കിട്ടുകയും അവനതായിട്ട് മുങ്ങുകയും ചെയ്തു. ഹോട്ടൽ മാനേജറിലൂടെ വിവരം അറിഞ്ഞ ഹേമന്ത് ആ ക്ലീനിങ് സ്റ്റാഫിനെ കണ്ടെത്തി ചോദിച്ചപ്പോ അവനത് വിനയന് വിറ്റതായിട്ട് അറിഞ്ഞു. ആ ഫോൺ നമുക്ക് കിട്ടിയിട്ട് എന്താ രഘുവേട്ട കാര്യം? അതിലെന്താ ഉള്ളത്? 2 കാര്യങ്ങളാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിലൊന്ന് ഗോകുൽ നിരപരാധിയാണെന്ന തെളിവ് അതിലുണ്ടായേക്കാന്ന. രണ്ടാമത് പ്രതീക്ഷിക്കുന്നത് കേട്ടാ ഞെട്ടരുത്. നമ്മുടെ മഞ്ചാടിയുടെ പുറത്തു കാണാൻ പാടില്ലാത്ത ദൃശ്യങ്ങളാവാതെ. ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടായിട്ടും മഞ്ചാടി ഇവിടെ വന്ന് അച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞത്? അനു, ഇനിയെങ്കിലും അച്ഛനോട് എല്ലാ സത്യം തുറന്ന് പറയാം. മിണ്ടരുത് നിങ്ങള്. ഇതുവരെ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ എല്ലാം മറച്ചു വെച്ചത് ഇതുകൊണ്ടായിരുന്നു. ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ ചേച്ചിക്ക് അറിയില്ല. ഇളയ മകളുടെ ഭാവിക്ക് ഭീഷണിയായി ഒരു ഫോൺ ആരുടെയോ കയ്യിലുണ്ടെന്നറിഞ്ഞ നമ്മുടെ അച്ഛൻ സഹിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ആ ബോംബ് കണ്ടെത്തി നശിപ്പിക്കും വരെ അച്ഛനും മഞ്ചാടിയോ അതിനെക്കുറിച്ച് അറിയരുത്. അറിഞ്ഞാലുണ്ടാവുന്ന ദുരന്തം ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും. ശരിയാ, അച്ഛനെ മഞ്ചാടിയും അത് അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. അനു, എന്നോട് ക്ഷമിക്കാനു. ഞാനിതൊന്നും അറിയാതെ നിന്നെ രഘുവേട്ടനെ തെറ്റിദ്ധരിച്ചു. ചേച്ചിയോട് പൊറുക്കണം മോളെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം ചേച്ചിയായി പോയില്ലേ. ഹലോ, ആ രഘുവേട്ടൻ ലൈനിൽ തന്നെ ഉണ്ടല്ലേ? ഇടി, അവൾക്ക് ഭ്രാന്ത. നീ എന്തിനെല്ലാം അവളോട് പറയാൻ പോയത്? ചേച്ചി കൂടെ എല്ലാം അറിയട്ടെ രഘുവേട്ടാ. നമ്മള് മാത്രമായിട്ട് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഫോൺ സ്പീക്കറിലിടുവോ? രഘുവേട്ടൻ ഇപ്പൊ എന്തിനാ വിളിച്ചെന്ന് ചേച്ചി കൂടെ അറിയട്ടെ. ചീരുവിനെ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. ആ ഫോൺ വിനയന്റെ കയ്യിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയെന്ന് പറഞ്ഞു. ഇനി വെച്ച് താമസിക്കാൻ പറ്റില്ല. അവന്റെ കയ്യിൽ നിന്ന് ബലമായിട്ടാണെങ്കിലും നാളെ തന്നെ ഫോൺ പിടിച്ചു വാങ്ങാനാ എന്റെയും ദാസങ്ങളുടെ തീരുമാനം. ഇനി അത് കൈ കിട്ടിയിട്ടേ ഞാനും ദാസങ്ങളും അങ്ങോട്ട് വരുന്നുള്ളൂ. അതൊരു അമ്മാവൻ എന്തെങ്കിലും പറഞ്ഞു നിർത്തും. ആ ശരി, വിനയന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചെടുക്കല പ്രധാനം. രഘുവേട്ടൻ അത് കഴിഞ്ഞു വന്നാ മതി. ശരി, എന്നാ കിടന്നോ. ഗുഡ് നൈറ്റ്. രഘുവേട്ട ഫോൺ വെക്കല്ലേ. സോറി രഘുവേട്ട, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്നെ വെറുക്കല്ലേ രഘുവേട്ട, പ്ലീസ്. ഇടി, ഫോൺ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി മാറപ്പോത്തെ. രഘുവേട്ട,
ഹലോ? രഘുവേട്ടൻ എന്നെ മരപ്പോത്തേന്ന് വിളിച്ചാലേ എന്നോട് ക്ഷമിച്ചു എന്ന് അതിനർത്ഥം.